തുണി ഇൻഫോടെക്കിന്റെ എക്സൽ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പിവോട്ട് ടേബിൾ, പിവോട്ട് ചാർട്ട്സ്, അതുപോലെ തന്നെ വാട്ട് ഇഫ് അനാലിസിസിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനാലിസിസിനെ കുറിച്ചിട്ടാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പിവോട്ട് ടേബിളിനെ കുറിച്ചിട്ടാണ്. പിവോട്ട് ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റാസ് ഈസി ആയിട്ട് അറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ സമ്മറൈസ് ചെയ്യാനാണ് ടേബിൾ യൂസ് ചെയ്യുന്നത്. സപ്പോസ് കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റയാണ് നമ്മുടെ ടേബിളിനകത്ത് ഉള്ളത്, അത് പെട്ടെന്ന് ഈസി ആയിട്ട് അതിനെ അറേഞ്ച് ചെയ്യാനും സമ്മറൈസ് ചെയ്യാനും നമുക്ക് പിവോട്ട് ടേബിൾ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ പിവോട്ട് ടേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡാറ്റാസ് വെച്ചിട്ടാണ് നമ്മൾ പിവോട്ട് ടേബിൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പിവോട്ട് ടേബിൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സെൽസ് എല്ലാം സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കണ്ടൻസ് ഉള്ള സെൽ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇൻസേർട്ടിനകത്ത് പിവോട്ട് ടേബിൾ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കും സെലക്ട് ടേബിൾ ഓർ റേഞ്ച്, അത് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ടേബിൾ 1 കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പിവോട്ട് ടേബിൾ ന്യൂ വർക്ക് ഷീറ്റിൽ വരണോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റിൽ വരണോ എന്ന് ചോദിക്കും. അപ്പോൾ ന്യൂ വർക്ക് ഷീറ്റിൽ പറയുമ്പോൾ വേറൊരു വർക്ക് ഷീറ്റിലായിരിക്കും അത് ഓപ്പൺ ചെയ്ത് വരാം. എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ലൊക്കേഷൻ കൊടുക്കണം, ഏത് ലൊക്കേഷനിലാണ് നമ്മൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ അത് ആഡ് ചെയ്യും. എന്നിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു പിവോട്ട് ടേബിൾ വരുന്നതായിരിക്കും. ഇതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് പിവോട്ട് ടേബിൾ ഫീൽഡ്സ് പറഞ്ഞ് അപ്പിയർ ചെയ്യും. അപ്പോൾ ഈ ടേബിളിനകത്ത് ഏതൊക്കെ ഫീൽഡ്സ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് സെയിൽസ് പേഴ്സൺ ഇൻക്ലൂഡ് ചെയ്യാം, അതുപോലെ ഓർഡർ എമൗണ്ട് ഇൻക്ലൂഡ് ചെയ്യാം, അതുപോലെ മന്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഈ ഒരു കണ്ടൻസിനെ നമുക്ക് ഒന്നും കൂടി കുറച്ച് ഭംഗിക്ക് ആക്കാൻ വേണ്ടിയിട്ട് കോളംസും റോസും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ സെയിൽസ് പേഴ്സൺ റോല് കൊടുത്തിട്ടുണ്ട്, അതുപോലെ മന്തിന് എടുത്തിട്ട് കോളത്തിലിടുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വൃത്തിയിൽ വരും. അതുപോലെ സം ഓഫ് ഓർഡർ എമൗണ്ടിൻ്റെ വാല്യൂസാണ് നമ്മുടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കോളത്തിൽ എന്താണോ വേണ്ടത് അത് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ഈ ഒരു മന്ത് പറയുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇട്ടാൽ മതി. അതുപോലെ റോസിൽ ഏത് ഫീൽഡ് വരണമെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇട്ടാൽ മതി. അതുപോലെ ഓർഡർ എമൗണ്ടിൻ്റെ സമ്മാണ് നമ്മളിവിടെ കാണുന്നത്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇട്ടാൽ മതി. ഇപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഈ ഒരു ഫീൽഡ് കളയണമെങ്കിൽ അതിന് വീണ്ടും ക്ലിക്ക് ചെയ്ത് പുറത്തോട്ട് ഇട്ടാൽ അത് പോകുന്നതായിരിക്കും. ഇപ്പോൾ മന്തിനെ എടുത്തിട്ട് പുറത്തോട്ട് ഇട്ടാൽ അത് റിമൂവ് ആവും. അത് സം ഓഫ് ഓർഡർ എമൗണ്ടും റിമൂവ് ആയി. ഇനി ആദ്യം വേണമെങ്കിൽ നമുക്ക് സെയിൽസ് പേഴ്സൺ ക്ലിക്ക് ചെയ്യാം റോസിൽ, അതുപോലെ കോളത്തിൽ വന്നിട്ട് മന്ത് ക്ലിക്ക് ചെയ്യാം. മന്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് ഇട്ടാൽ മതി. പിന്നെ ഓർഡർ എമൗണ്ട് വേണമെങ്കിൽ വാല്യൂസിലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്ത്, അതായത് ഇത്രയും കണ്ടൻസിനെ ഇത്രയും കോംപ്ലക്സ് ആയിട്ട് ഡാറ്റാസിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്തിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ആൽബർട്ട്സൺ പറയുന്ന ആളുടെ ജനുവരിയിലുള്ള ഓർഡർ എമൗണ്ട്, ഫെബ്രുവരിയിലുള്ള ഓർഡർ എമൗണ്ട്, മാർച്ചിലുള്ള ഓർഡർ എമൗണ്ടും അതിൻ്റെ ഗ്രാൻഡ് ടോട്ടലും ആണ് അവിടെ നമുക്ക് സിമ്പിളായിട്ട് പിവോട്ട് ടേബിൾ സമ്മറൈസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു ഡാറ്റയിൽ നോക്കുന്നതിനേക്കാളും ഈ ഒരു ഡാറ്റയിൽ ഇത് സിമ്പിളായിട്ട് കാണാം. അപ്പം ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഈ കോളംസും റോസൊക്കെ മാറ്റിയിട്ടിട്ട് കൊടുത്തിട്ടും ഇതിൻ്റെ ഒന്ന് എഡിറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി വരുന്നത് ഫിൽട്ടർ ഓപ്ഷനാണ്. അപ്പോൾ ഫിൽട്ടർ ഓപ്ഷനിൽ നമുക്ക് ഒരു ഫീൽഡ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റീജിയൻ സെലക്ട് ചെയ്യുന്നുണ്ട്. റീജിയൻ സെലക്ട് ചെയ്തിട്ട് ഫിൽട്ടർ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ റീജിയൻ വന്ന് കിടക്കുന്നുണ്ടാവും. ഇതിൽ പറഞ്ഞിട്ട് ഓൾ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഈ ഒരു ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വരുന്ന റീജിയൻസ് പറയുന്നത് ഈസ്റ്റ്, നോർത്ത്, സൗത്ത്, വെസ്റ്റ് ആണ്. ഇവിടെ കാണുന്ന റീജിയനാണ് ഇവിടെ സമ്മറൈസ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതിൽ നമ്മളിവിടെ സെലക്ട് ചെയ്യണ ഇതനുസരിച്ചിട്ട് അതിൻ്റെ കണ്ടൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ സെലക്ട് മൾട്ടിപ്പിൾ ഐറ്റംസ് കൊടുക്കാം. അതിനകത്ത് ഞാനിവിടെ ഓൾ ടിക്ക് ചെയ്യുന്നില്ല, ഈസ്റ്റ് മാത്രം ടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈസ്റ്റിലുള്ള ഡാറ്റാസ് മാത്രം അവിടെ സമ്മറൈസ് ചെയ്തിട്ട് വരും. അല്ല വീണ്ടും അതിനകത്ത് ഈസ്റ്റും വേണമെങ്കിൽ സൗത്തും കൂടെ കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫിൽട്ടർ യൂസ് ചെയ്തിട്ട് അത് ഡാറ്റാസ് ഫിൽട്ടർ ചെയ്ത് വരുന്നതായിരിക്കും.
ഷെയറിംഗ് ഈസ് കെയറിംഗ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും കമ്പ്യൂട്ടർ സ്കിൽസിൽ അടിപൊളിയാവട്ടെ. ഇതുകൂടാതെ നമുക്ക് ഇവിടെ ആ കോളത്തിൻ്റെ ഒരു ആരോ കാണാം. ഇതിനകത്തും നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ ആൽബർട്ട്സൺ മാത്രം മതിയെങ്കിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൽബർട്ട് സൺ പറഞ്ഞ ആളുടെ ഡീറ്റെയിൽസ് ആയിരിക്കും വരുന്നത്. അതുപോലെ കോളത്തിനകത്തും നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഇപ്പോൾ സെലക്ട് ഓൾ കളഞ്ഞിട്ട് ജനുവരി മാത്രം എടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജനുവരിത്തെ ഡീറ്റെയിൽസ് മാത്രം വരും. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഫിൽട്ടർ ചെയ്തെടുക്കാം. പിവോട്ട് ടേബിളിനകത്ത് ഇല്ലാത്ത ഒരു റോ വെച്ചിട്ടും ഒരു ഫീൽഡ് വെച്ചിട്ടും നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ പിവോട്ട് ടേബിളിനകത്തുള്ള ഫീൽഡ് വെച്ചിട്ടും നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ലൈസറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം മാറ്റുന്നുണ്ട്, ഓൾ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ സ്ലൈസർ ആഡ് ചെയ്യാനാണ് പോകുന്നത്. സ്ലൈസർ പറയുന്നത് ഫിൽട്ടർ പോലത്തെ ഒരു ഓപ്ഷൻ തന്നെയാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ഫീൽഡിലെ കണ്ടന്റിന് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ സെല്ലിന് അനുസരിച്ചിട്ട് അതിൽ ഡാറ്റാസ് സമ്മറൈസ് ചെയ്ത് വരും അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ പിവോട്ട് അനലൈസ് പറഞ്ഞൊരു ടാബ് ഉണ്ട്. അതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇൻസേർട്ട് സ്ലൈസർ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ലൈസറിൻ്റെ ഡയലോഗ് ബോക്സ് വരും. ഇതിൽ ഏത് ഫീൽഡ് യൂസ് ചെയ്തിട്ടാണ് സ്ലൈസ് ചെയ്യേണ്ടത് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സെയിൽസ് പേഴ്സൺ കൊടുക്കാം, എന്നിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഇത് വരുന്നതായിരിക്കും. ഇതിൽ സെയിൽസ് പേഴ്സണിൻ്റെ ലിസ്റ്റുകളാണ് വരുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു സെയിൽ പേഴ്സൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആളുടെ ഡീറ്റെയിൽസ് മാത്രമാണ് അവിടെ വരുന്നത്. അതുപോലെ തോംസൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തോംസൻ്റെ. അപ്പോൾ നമ്മൾ ഇവിടെ ഏത് ഒരു ഫീൽഡത്തെ വാല്യൂസ് ആണ് സെലക്ട് ചെയ്യണത് അതിനനുസരിച്ചിട്ട് അവിടെ സമ്മറൈസ് ചെയ്ത് വരുന്നതായിരിക്കും. ഇതുകൂടാതെ നമുക്ക് ഈ ഒരു ക്ലിയർ ഫിൽട്ടർ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഫിൽട്ടർ ക്ലിയർ ചെയ്യാം. പിന്നെ വരുന്നത് മൾട്ടി സെലക്ട് പറഞ്ഞ ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ സെയിൽസ് പേഴ്സണിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ബെർണൻ സെലക്ട് ചെയ്തു, അതുപോലെ ഡേവിസ് വില്യം സെലക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമുക്കത് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ വരുന്നത് ആൽബർട്ട്സ് ആണ്. അതുപോലെ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു സെയിൽസ് പേഴ്സണിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ സ്ലൈസറിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ലൈസറിൻ്റെ സ്റ്റൈലും നമുക്ക് മാറ്റാൻ പറ്റും. സ്ലൈസർ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ലൈസർ ടാബിനകത്ത് സ്ലൈസർ സ്റ്റൈൽസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റൈലിനനുസരിച്ചിട്ട് ആ ഒരു സ്ലൈസർ ചേഞ്ച് ആവുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഒരു ആരോ ഉണ്ട്. അപ്പോൾ വേണ്ട സ്റ്റൈല് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പിവോട്ട് ചാർട്ട്സ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന്. അപ്പോൾ പിവോട്ട് ടേബിളിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇൻസേർട്ടിനകത്ത് ഏതെങ്കിലും ഒരു ചാർട്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ചാർട്ട് സെലക്ട് ചെയ്യേണ്ടതിൽ 2D കോളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടൻസിന് അനുസരിച്ചിട്ട് അവിടെ ഒരു പിവോട്ട് ചാർട്ട് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ആൽബർട്ട് കാർത്തി, ഫ്ലോറസ് ടിയ പറഞ്ഞിട്ട് കുറച്ച് ഈ സെയിൽസ് പേഴ്സണിൻ്റെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ അവരുടെ ഏതൊക്കെ മാസത്തിലുള്ള ഓർഡർ എമൗണ്ട് ആണോ അത് ഇവിടെ വരും. അതുപോലെ ഓർഡർ എമൗണ്ട് വരുന്നതായിരിക്കും. അതിൻ്റെ സമ്മാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്, അത് ഇവിടെ വരുന്നതായിരിക്കും. അതുപോലെ റീജിയൻ അനുസരിച്ചിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഓളാണ്, അതിന് ഈസ്റ്റ് മാത്രം എടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമ്മുടെ ചാർട്ട് മാറുന്നതായിരിക്കും. ഇപ്പം ഫിൽട്ടർ കൊടുക്കേണ്ടതിനനുസരിച്ചിട്ട് ഈ ചാർട്ട് എഡിറ്റ് ആവുന്നതായിരിക്കും. ഇപ്പോൾ സെയിൽസ് പേഴ്സൺ എല്ലാം എടുക്കാതെ ഇപ്പോൾ ആൽബർട്ട്സ്റ്റൺ മാത്രം എടുക്കുകയാണെങ്കിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരാളുടെ മാത്രം ഡീറ്റെയിൽസ് നമുക്കിവിടെ ചാർട്ട് രൂപത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ കണ്ടൻസ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ചാർട്ടും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് പിവോട്ട് ചാർട്ട്സ് എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അത് ഇതുപോലത്തെ ഉപകാരപ്രദമായ മറ്റു വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനമാകും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഇഫ് അനാലിസിസ് ആണ്. എക്സലിനകത്ത് കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പവർഫുൾ ടൂൾസുകളുണ്ട്. അതിലൊന്നാണ് വാട്ട് ഇഫ് അനാലിസിസ് പറയുന്നത്.
വാട്ടിഫ് അനാലിസിസിൽ തന്നെ 3 ടൂൾസ് ഉണ്ട്. ഒന്ന് ഗോൾ സീക്ക്, പിന്നെ സെനാരിയോ, പിന്നെ വരുന്നത് ഡാറ്റ ടേബിൾസ്. അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഗോൾ സീക്കാണ്. ഗോൾ സീക്കിനകത്ത് നമ്മൾ റിസൾട്ട് വാല്യൂവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മൾ ഇൻപുട്ട് വാല്യൂസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് വാല്യൂസ് ആണ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കേണ്ടത്, അത് ആണ് ഇതിനകത്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഗോൾ സീക്കിനകത്ത് എപ്പോഴും ഒരു ഫങ്ഷൻസ് അല്ലെങ്കിൽ ഒരു ഫോർമുലയുള്ള സെല്ലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ പെർഫോം ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഒരു എക്സൽ ഷീറ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 4 സബ്ജക്റ്റും അതിൻ്റെ മാർക്കുമാണ് കാണുന്നത്. അതിൽ ബയോളജിൻ്റെ മാർക്കിനകത്ത് വരുന്നിട്ടില്ല. അപ്പോൾ പിന്നെ കാണുന്നത് ഈ മാർക്സിൻ്റെ ആവറേജ് മാർക്കാണ്. അപ്പോൾ ഇത് ടോട്ടൽ അല്ല, ആവറേജ് മാർക്കാണ് ഇവിടെ കാണേണ്ടത്. ഇപ്പോൾ നമ്മുടെ ആവറേജ് മാർക്ക് പറയുന്നത് 57.25 ആണ്. അപ്പോൾ അത് 75 കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ആവറേജ് മാർക്ക് 75 ആവുന്നതിന് വേണ്ടിയിട്ട് ബയോളജിയിൽ എത്ര മാർക്ക് നമുക്ക് കിട്ടണം, അതാണ് നമ്മൾ ഈ വാട്ടിഫ് അനാലിസിസ് അല്ലെങ്കിൽ ഗോൾ സീക്ക് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം സെല്ല് ഫോർമുല അല്ലെങ്കിൽ ഫംഗ്ഷനുള്ള ഒരു സെല്ല് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡാറ്റ ടാബിനകത്ത് വാട്ടിഫ് അനാലിസിസ് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ എറർലിസം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷൻസ് വരും. അതിൽ ഗോൾ സീക്ക് പറഞ്ഞൊരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇതിനകത്ത് സെറ്റ് സെല്ലിൽ വന്നിട്ട് നമ്മുടെ ഫോർമുലയുള്ള സെയിം സെല്ലാണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് ടു വാല്യൂ ആണ്. ടു വാല്യൂ പറയുന്നത് നമുക്ക് എന്താണോ ടാർഗറ്റ് ആ വാല്യൂ ആണ് ഇവിടെ കൊടുക്കുന്നത്. 75 കൊടുക്കാം. പിന്നെ ബൈ ചേഞ്ചിങ് സെൽ, ഏത് സെല്ലിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സെല്ലിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ടാണ് ആ വാല്യൂ വരേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബൈ ചേഞ്ചിങ് സെല്ലിൻ്റെ അവിടെ ഇതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് ഓട്ടോമാറ്റിക്കായി വന്നോളും. എന്നിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ അത് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ബയോളജിയിൽ 71 കിട്ടിയാലാണ് ആവറേജ് 75 മാർക്സ് നമുക്ക് എത്തുള്ളൂ. അപ്പം ഇങ്ങനെ നമുക്ക് ഗോൾ സീക്ക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ടിൽ നിന്ന് ഒരു ഇൻപുട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ടിഫ് അനാലിസിസിൽ വരുന്ന ഡാറ്റ ടേബിളിലെ ക്വസ്റ്റ്യൻ ആണ്. ഡാറ്റ ടേബിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ മൾട്ടിപ്പിൾ ഇൻപുട്സ് കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് സെയിം ടൈം കാണാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു എക്സൽ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ലോൺ എമൗണ്ട് 10,000 കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് 10%, നമ്പർ ഓഫ് ഇയേഴ്സ് 5 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു ഫോർമുല കൊടുത്ത് കണ്ടെത്തിയതാണ് മന്ത്ലി പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഫോർമുല ഇതാണ്. ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മന്ത്ലി പേയ്മെൻറ്റ് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് നമ്പർ ഓഫ് ഇയേഴ്സും അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റും മാറ്റി കൊടുത്തിട്ട് ഈ ഒരു മന്ത്ലി പേയ്മെൻറ്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ നോക്കാം. ഇപ്പോൾ ഞാനിവിടെ 2% മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ 10% ആണ് കണ്ടത്. ഇപ്പോൾ 2% മുതൽ 10% വരെ നമുക്കൊന്ന് വാല്യൂസ് കൊടുത്ത് നോക്കാം. 2 കൊടുത്തു, 3 കൊടുത്തു, ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം, 10 വരെ കൊടുക്കാം. 10. പിന്നെ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ഇയേഴ്സ് കൊടുക്കാം. 1, 2 കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് 10 ഇയേഴ്സ് വരെ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഈ ഫോർമുലയുള്ള ആ ഒരു സെല്ല് ഉൾപ്പെടെ നമ്മുടെ വാല്യൂസ് എവിടെയൊക്കെ പ്രിന്റ് ചെയ്ത് വരുന്നത് അതുവരെ സെലക്ട് ചെയ്തതിന് ശേഷം വാട്ടിഫ് അനാലിസിസിൽ ഡാറ്റ ടേബിൾ സെലക്ട് ചെയ്യാം. ഇവിടെ റോ ഇൻപുട്ട് സെല്ലിനകത്ത് നമ്മളിവിടെ എന്താണോ കൊടുത്തത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക് അതിൻ്റെ അഡ്രസ്സ് വരുന്നത്. പിന്നെ കോളം പറയുന്നത് നമ്മളിവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കൊടുക്കുന്നത്. ആ ഒരു സെല്ല് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ 2%-ൽ 1 ഇയറിന് നമുക്ക് 842.3887 ആണ് മന്ത്ലി പേയ്മെൻറ്റ് വരിക. ഇനിയിപ്പോൾ നമ്മുടെ ഇവിടെ കണ്ടുപിടിച്ച കാൽക്കുലേഷൻ തന്നെ നോക്കാം. 5 ഇയേഴ്സിൽ 10%. 5 ഇയേഴ്സിൽ 10% പറയുന്നത് എന്താണ്? 212.4704. അതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇതുപോലെ നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്തിട്ട് മന്തും ചേഞ്ച് ചെയ്ത് ഇയേഴ്സും ചേഞ്ച് ചെയ്തിട്ട് എത്ര മന്ത്ലി പേയ്മെൻറ്റ് വരുമെന്ന് അറ്റ് എ ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത് കാണാൻ കഴിയും.
അപ്പോൾ ഇത് നമുക്ക് വേഗം കമ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 3 ഇയേഴ്സിൽ 7% വരികയാണെങ്കിൽ എത്ര മന്ത്ലി പേയ്മെന്റ് നമ്മൾ അടക്കണം എന്ന് നോക്കിയാൽ മതി. അപ്പോൾ 3ൽ 7% നോക്കിയാൽ ആ ഒരു വാല്യൂ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഇഫ് അനാലിസിസിൽ വരുന്ന സെനാരിയോ മാനേജറിനെ കുറിച്ചാണ്. ഈ ഒരു ഓപ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജനുവരിയിൽ നമുക്കൊരു സാലറി കിട്ടും, അതിൽ നമ്മൾ കുറച്ച് എക്സ്പെൻസ് നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു സമ്മറി, അതുപോലെ ഫെബ്രുവരിയിൽ നമ്മുടെ സാലറിയിൽ എത്ര എക്സ്പെൻസ് നടത്തി, അതിൻ്റെ കിട്ടുന്ന സേവിങ്സ്, അങ്ങനെ ഓരോ മാസത്തും ചിലവും അതിൽ വരുന്ന സേവിങ്സ് നമ്മളൊരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇവ തമ്മിൽ കമ്പയർ ചെയ്യാനാണ് ഈ ഒരു സെനാരിയോ മാനേജർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം ഇപ്പോൾ നമ്മുടെ ഏതൊക്കെ സെല്ലാണോ കമ്പയർ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് വാട്ട് ഇഫ് അനാലിസിസിനകത്ത് സെനാരിയോ മാനേജറിൽ പോവാം. അപ്പോൾ ഇവിടെ നേരത്തെ രണ്ടെണ്ണം ഉണ്ട്, അത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ആഡ് കൊടുക്കാം, ഇവിടെ സെനാരിയോ നെയിം കൊടുക്കാം. ഇപ്പോൾ ജനുവരി മാസത്തെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചേഞ്ചിങ് സെൽസ് ഏതൊക്കെയാണ്, അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത ആ സെൽസ് തന്നെയാണ്. എന്നിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, നമ്മൾ ഇലക്ട്രിസിറ്റി ഇത്ര എമൗണ്ട്, ഹൗസിങ് ഇത്ര എമൗണ്ട് എന്നൊക്കെ വരും. ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജനുവരിൻ്റെ ആ ഒരു റിപ്പോർട്ട് നമ്മളോട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു 60 പിന്നെ ഒരു 60,000 പോയിട്ട് സപ്പോസ് നമ്മുടെ സാലറി ഇൻക്രിമെൻ്റ് ആയിക്കഴിഞ്ഞാൽ 65,000 ആക്കാം. എന്നിട്ട് വീണ്ടും ഇത് സെലക്ട് ചെയ്തിട്ട് വാട്ട് ഇഫ് അനാലിസിസ് പോയിട്ട് സെനാരിയോ മാനേജർ എടുക്കാം, ആഡ് കൊടുക്കാം. ഇവിടെ ഫെബ്രുവരി കൊടുക്കുന്നുണ്ട്, ചേഞ്ചിങ് സെൽസ് സെയിം തന്നെയാണ്. ഓക്കെ കൊടുക്കാം, ഓക്കെ കൊടുക്കാം. ഇനി വേണമെങ്കിൽ ഇപ്പോൾ മാർച്ചിൽ ഇത് 67 ആയി വെച്ചാൽ വീണ്ടും സെലക്ട് ചെയ്യാം, വാട്ട് ഇഫ് അനാലിസിസ് പോവാം, സെനാരിയോ മാനേജർ എടുക്കാം, ആഡ് കൊടുക്കാം. ഇപ്പോൾ മാർച്ച് കൊടുക്കുന്നുണ്ട്, ചേഞ്ചിങ് സെൽസ് സെയിം തന്നെയാണ്. ഓക്കെ കൊടുക്കാം, ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ 3 സെനാരിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്, അത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ ഇൻകത്തിൻ്റെ വാല്യൂസും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സമ്മറി ഒന്ന് നമുക്ക് നോക്കാം. സമ്മറി കൊടുക്കാം. അപ്പം നമുക്ക് 2 ഓപ്ഷൻ വരും, പിവോട്ട് ടേബിൾ റിപ്പോർട്ട് വേണോ അതോ വെറും സെനാരിയോ സമ്മറി മതാണോ. അപ്പോൾ നമുക്കത് ഏതാ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം. റിസൾട്ടിങ് സെല്ല് ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചേഞ്ച് വരുന്ന ആ സെല്ലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടേക്ക് നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ജനുവരിയിലത്തെ നമ്മുടെ ഇൻകം, അതുപോലെ എക്സ്പെൻസ്, അതുപോലെ നമ്മുടെ സേവിങ്സ് എത്രയാണെന്ന്, അതുപോലെ ഫെബ്രുവരിയിലത്തെയും സേവിങ്സ് നമുക്ക് എത്ര കിട്ടി, അതുപോലെ മാർച്ചിൽ നമുക്ക് എത്ര സേവിങ്സ് ഉണ്ടായി. അപ്പോൾ ഇത് നമുക്ക് ഒരു സമ്മറി റിപ്പോർട്ടാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനനുസരിച്ച് നമുക്ക് കമ്പയർ ചെയ്ത് നമ്മുടെ ഇൻകം എക്സ്പെൻസും നോക്കാവുന്നതാണ്. ഇനി ഇതിൽ വീണ്ടും നമുക്ക് വേണമെങ്കിൽ സെനാരിയോ മാനേജറിൽ സമ്മറിയിൽ പിവോട്ട് ടേബിൾ റിപ്പോർട്ടായിട്ട് എടുക്കാം. റിസൾട്ടിംഗ് എന്ന് പറയുന്നത് B11 തന്നെയാണ്. ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പിവോട്ട് ടേബിൾ രൂപത്തിൽ വരുന്നതായിരിക്കും. ജനുവരിയിൽ നമ്മുടെ സേവിങ്സ് പറയുന്നത് 44,500, അതുപോലെ ഫെബ്രുവരിയിൽ 49,500, മാർച്ചിൽ 51,500. ഇതാണ് സെനാരിയോ മാനേജർ എന്ന് പറയുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. വിദഗ്ധരായ അധ്യാപകർ, മോഡേൺ ഫെസിലിറ്റീസ്, സൗകര്യപ്രദമായ ലൊക്കേഷൻ, മാന്യമായ ഫീസ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. നൂറിൻ ഇൻഫോടെക്കിന്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ കാണുന്നത് നമ്മൾ ഇന്ന് പഠിച്ച ട്യൂട്ടോറിയലിന്റെ ഒരു സമ്മറിയാണ്. നമ്മൾ പഠിച്ചത് പിവോട്ട് ടേബിൾ ആണ്. പിവോട്ട് ടേബിൾ വന്നിട്ട് നമ്മുടെ ടേബിൾസിലെ ഡാറ്റാസ് പെട്ടെന്ന് അനലൈസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്ലൈസർ പഠിച്ചു. അതിനുശേഷം വാട്ട് ഇഫ് അനാലിസിസ് ആണ് പഠിച്ചത്. അതിനകത്ത് സെനാരിയോ, ഡാറ്റ ടേബിൾസ്, ഗോൾ 6 എന്താണ്, അത് എങ്ങനെ ഡാറ്റാസിനകത്ത് അപ്ലൈ ചെയ്യാമെന്ന് പഠിച്ചു.